നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവേർട്ടിബിളിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ അവിടെ വേറൊരു ഡെഫിനിഷനും കൂടെ പറഞ്ഞായിരുന്നു. ഒരു ജി ഒക്കെ വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ള ടൈപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നോക്കുന്നത് വർക്കൗട്ട് എക്സാമ്പിൾ 23 ആണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ചോണം. ലെറ്റ് f from n to y be a function defined as f of x equal to 4x plus 3 where y is equal to set of all y element of n such that y is equal to 4x plus 3 for some x element n. Show that f is invertible and find the inverse എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിൽ നിന്നും വൈയിലേക്കാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലെ എലമെന്റ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. y ഈക്വൽ ടു 4x പ്ലസ് 3 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം കാണിക്കേണ്ടത് എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആണെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഡേഡ് പെയർ ആയപ്പോൾ 1 ഉം 2 ആണെന്ന് കാണിച്ചിട്ടാണ് ഇൻവെർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്തത്. ഇവിടെ നമ്മൾ മറ്റ് ഡെഫിനിഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എഫ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്നിൽ നിന്നും വൈയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ് 3 എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എഫ് ഓഫ് എക്സിന് y എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്? ആ എഫ് തുടങ്ങിയിടത്തുനിന്ന്, അതായത് നാച്ചുറൽ നമ്പറിൽ നിന്നായിരിക്കും എക്സ്. അതേപോലെ ഈ വൈ എവിടെയായിരിക്കും? വൈ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ? രണ്ടാമത്തെ സെറ്റ് ക്യാപിറ്റൽ വൈയിലായിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ മീൻസ് 4x പ്ലസ് 3 is equal to y എന്നാണ് അല്ലെ? ഇനി ഇതിനകത്ത് നമുക്ക് 4x is equal to y minus 3 എന്ന് കൊടുക്കാം. ഇതിനകത്ത് നിന്ന് വാട്ട് ഈസ് x? x is equal to y minus 3 by 4 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫംഗ്ഷൻ g ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ g ഡിഫൈൻ ചെയ്യുമ്പം ഏത് ഫംഗ്ഷൻ ആണോ ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കേണ്ടത് അത് ഡിഫൈൻ ചെയ്തെടുത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് സെറ്റിലേക്കായിരിക്കും എന്ത് ഡിഫൈൻ ചെയ്യേണ്ടത്? g ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ എഫ് ആണ് ഇൻവെർട്ടിബിൾ ആണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നിൽ നിന്നും വൈയിലേക്കാണ്. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ g പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. g എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്യണം? വൈന്ന് എന്നിലേക്ക് ഡിഫൈൻ ചെയ്യണം. സോ ലെറ്റ് g from y to n be defined as g of y is equal to y minus 3 by 4. അപ്പൊ നമ്മൾ ഇവിടെ ഒരു x കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ g of y ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ g of y is defined as y minus 3 by 4 എന്ന് എടുക്കുന്നു. അപ്പൊ g from y to n be defined as g of y is equal to y minus 3 by 4 എന്ന് എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എഫ് കോമ്പോസിഷൻ ജി കണ്ടു നോക്കണം, ജി കോമ്പോസിഷൻ എഫും കാണണം. രണ്ടും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കിട്ടുന്നതെങ്കിലാണ് നമ്മൾ പറയുന്നത് എഫ് ഇൻവെർട്ടിബിൾ ആണ്. എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് എഫ് കോമ്പോസിഷൻ ജി നമുക്കൊന്ന് കണ്ടു നോക്കാം. എഫ് കോമ്പോസിഷൻ ജി. അപ്പൊ ഇത് കാണുമ്പോൾ ഇവിടെ ഒരു എലമെന്റ് കൊടുക്കണം അല്ലെ? അപ്പൊ ജി എങ്ങനെയാ നമ്മൾ എടുത്തിരിക്കുന്നത്? ജി ഓഫ് വൈ എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഞാനിവിടെ ജി
ഫംഗ്ഷന്റെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ g ഓഫ് y എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുത്തു? y കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? f ഓഫ് g ഓഫ് y എന്ന് എഴുതാം അല്ലേ? So that is equal to f of what is our g of y? Y minus 3 by 4 ആണ്. So y minus 3 by 4 equal to, ഇനി നമ്മൾ എവിടെ നോക്കണം? എഫിൽ നോക്കണം അല്ലെ? എഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു തന്നിരുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3 എന്നാണ് തന്നിരുന്നത്. അപ്പൊ അതിനകത്തോട്ട് നോക്കണം. നമുക്ക് ഈ ബ്രാക്കറ്റിൽ എഫിൽ എക്സ് കിടക്കുന്നിടത്ത് നമുക്ക് എന്താ കിടക്കുന്നത്? y minus 3 by 4 എന്നാണ് അല്ലെ? അപ്പൊ എഫിനകത്ത് എക്സ് വരുന്നിടത്ത് നമ്മൾ എന്ത് കൊടുത്തോണം? y minus 3 by 4 കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 into y minus 3 by 4 plus 3 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ 4 കട്ടായി y minus 3 plus 3 എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടി അല്ലെ? അപ്പൊ f കോമ്പോസിഷൻ g ഓഫ് y എടുത്തപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടി? y തന്നെ കിട്ടി അല്ലെ? അപ്പൊ y യുടെ ഇമേജ് y തന്നെ വന്നാൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആകുമെന്നാണ് അല്ലെ? അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്നാ പറയാം? ദാറ്റ് ഈസ് f കോമ്പോസിഷൻ g ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ? g എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ y എന്നാണ്. അപ്പൊ നമുക്കിവിടെ താഴെ iy എന്ന് കൊടുക്കാം. So f composition g is equal to identity function on y എന്ന് നമുക്ക് കിട്ടി. ഇനി തിരിച്ചുകൂടെ കണ്ടു നോക്കണം. എന്ത് കാണണം? g composition f കാണണം അല്ലെ? അപ്പൊ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. So g composition f of ഇവിടെ എന്തിനുമായിരിക്കും? രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? f ആണ് അല്ലെ? അപ്പൊ f ഡിഫൈൻ ചെയ്തേക്കുന്നത് f of x എന്നാണ്. So you can put x here. So this is equal to g of f of x, and that is g of what is our f of x? 4x plus 3 ആണ് അല്ലെ? അപ്പൊ g of 4x plus 3. ഇനി എവിടെയാ നോക്കേണ്ടത്? g ല് നോക്കണം അല്ലെ? അപ്പൊ g എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ g യില് ബ്രാക്കറ്റിൽ y ക്ക് പകരം നമുക്ക് എന്താ കിടക്കുന്നത്? 4x plus 3 ആണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഈ y വരുന്നിടത്ത് നമ്മൾ എന്ത് കൊടുത്തോണം? 4x plus 3 കൊടുക്കണം. അപ്പൊ ഇത് എങ്ങനെയാകും? 4x plus 3 minus 3 by 4 എന്നായി അല്ലെ? അപ്പൊ 3 വെട്ടിപ്പോയി, 4x by 4 എന്നായി, and that becomes x എന്നായി. അപ്പൊ നമുക്ക് എന്ത് പറയാം? g കോമ്പോസിഷൻ f of x എടുത്തപ്പോൾ x തന്നെ കിട്ടി. x ന്റെ ഇമേജ് x തന്നെയായി എന്ന് പറഞ്ഞാൽ g composition f is also an identity function on which set ആയിരിക്കും? f എവിടുന്നാ തുടങ്ങിയേക്കുന്നേ? n ന്നാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? i n എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ f കോമ്പോസിഷൻ g എടുത്തപ്പോഴും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്, g കോമ്പോസിഷൻ f എടുത്തപ്പോഴും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെ പറയാം? Therefore f is invertible and f inverse is equal to, അപ്പൊ ഇത് രണ്ടും ശരിയായതുകൊണ്ട് നമ്മൾ എഴുതിക്കോണം. Therefore f is invertible and f inverse is equal to g എന്നാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ g എന്തായിരുന്നു? g of y എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലെ? അപ്പൊ f inverse equal to g is equal to y minus 3 by 4 എന്നായി അല്ലെ? അപ്പൊ f inverse എന്നുള്ളത് y യുടെ ടേംസിലാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, that is f inverse of y യിലാണ് ആൻസർ കിടക്കുന്നത്. അതുകൊണ്ട് f inverse of y ആണെങ്കിൽ y minus 3 by 4 എന്ന് എഴുതാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ x ലാണ്, അതുകൊണ്ട് നമുക്ക് x ലാണ് ഇൻവേഴ്സ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ we can write f inverse of x, y എല്ലാം x ആക്കിയാൽ മതി, that is x minus 3 by 4. So f inverse
equal to g. g എഴുതി g y യുടെ ടേമിലാണ്. So you can write f inverse of y എന്ന് പറഞ്ഞാൽ y minus 3/4 ആയിരിക്കും. Then f inverse of x can be written as x minus 3/4. പ്രൊസീജിയർ മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. അടുത്ത എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിക്കോണം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എഫ് ഓഫ് എക്സ് എവിടുന്ന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് എവിടുന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചോണം. പ്രൊസീജിയർ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ടാ ചെയ്യാനായിട്ട്. 2-3 ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈസി ആവും. അടുത്ത വായിച്ചു. എക്സാമ്പിൾ 24 ആണ്. Let y is equal to set of n square such that n element n and it is a subset of n എന്ന് തന്നിട്ടുണ്ട്. Consider f from n to y defined as f of n is equal to n square. Show that f is invertible. Find the inverse of f എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചെയ്ത അതേ മോഡൽ തന്നെ കേട്ടോ. ഇവിടെ f of x എന്ന് പറയുന്നതിന് പകരം f of n ആയി പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷന്റെ ഇൻവേഴ്സാ കാണണ്ടേ, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്നാ കാണിക്കണ്ടേ? എഫ് ആണ് അല്ലെ. എഫ് എവിടുന്ന് എങ്ങോട്ടാ ഡിഫൈൻ ചെയ്തേക്കുന്നത്? എന്നിൽ നിന്നും വൈയിലോട്ടാണ്. n മീൻസ് നാച്ചുറൽ നമ്പേഴ്സ്. ക്യാപിറ്റൽ y എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണ് ആ സെറ്റിനകത്ത് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു പ്രൊസീഡ് ചെയ്യുന്നത്? ആദ്യം പുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നും പറഞ്ഞായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് എൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? put f of n is equal to y. What is our f of n? n square. That is n square is equal to y. ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കണം അല്ലെ. നേരത്തെ നമ്മൾ x കാണും, ഇവിടെ x ന് പകരം n-ലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ n കണ്ടുപിടിക്കും. സോ n is equal to root y. ഇവിടെ പ്ലസ് ഓർ മൈനസ് y എടുത്തില്ല, കാരണം നമ്മുടെ സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ ആണ്. അതുകൊണ്ട് റൂട്ട് പോസിറ്റീവ് മാത്രമേ എടുത്തുള്ളൂ. നാച്ചുറൽ നമ്പർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് റൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? റൂട്ട് y എന്ന് കിട്ടി അല്ലെ. ഇത് കിട്ടിയാൽ ഉടനെ നമ്മൾ g ഡിഫൈൻ ചെയ്യും. g എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്? ആ f എവിടുന്ന് എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും g ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ f from n to y ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? let g from y to n be defined as g of y is equal to എവിടുന്നായിരുന്നു g of y എടുക്കുന്നത്? ഈ വാല്യൂ ആയിരുന്നല്ലേ. നേരത്തെ നമ്മൾ എക്സിന് കിട്ടിയ വാല്യൂ, ഇവിടെ എക്സിന് പകരം എന്നിന് കിട്ടിയ വാല്യൂ എന്താ? നമ്മുടെ വാല്യൂ റൂട്ട് വൈ ആണ്. അപ്പൊ g of y നമ്മൾ എങ്ങനെ എടുത്തു? റൂട്ട് വൈ ആയിട്ട് എടുത്തു. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ രണ്ട് കാര്യം നോക്കണം. എന്തൊക്കെയാ നോക്കണ്ടേ? എഫ് കോമ്പോസിഷൻ g നോക്കണം, g കോമ്പോസിഷൻ f നോക്കണം. സോ ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് എഫ് കോമ്പോസിഷൻ g. എഫ് കോമ്പോസിഷൻ g ഓഫ് ഏത് എലമെന്റ് കൊടുക്കും? രണ്ടാമത്തെ ആള് g ആണ്. g ഓഫ് y എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ യു ക്യാൻ പുട്ട് y here. So it can be written as f of g of y equal to f of what is our g of y? g of y is equal to root y. ഇനി എവിടെയാ നോക്കണ്ടേ? എഫിനകത്ത് നോക്കണം അല്ലെ. അപ്പൊ നമ്മുടെ എഫ് എങ്ങനെയാ ഡിഫൈൻ ചെയ്തിരുന്നത്? എഫ് ഓഫ് n is equal to n സ്ക്വയർ എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ n ആണ്, നമ്മുടെ എഫിന്റെ ബ്രാക്കറ്റിൽ എന്താണ്? റൂട്ട് y ആണ് അല്ലെ. അപ്പൊ ഈ n-ന് പകരം നമ്മൾ എന്ത് കൊടുത്തോണം? റൂട്ട് y കൊടുക്കണം അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? റൂട്ട് y സ്ക്വയർ.
റൂട്ട് വൈയുടെ സ്ക്വയർ എടുത്താൽ എന്തായി y ആയി അല്ലേ. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എടുത്തപ്പോൾ y തന്നെ കിട്ടി. ഉടൻ തന്നെ നമുക്ക് എന്ത് പറയാം, therefore f composition g is equal to the identity function and the second function g starts from y, so you can write iy. f composition g is equal to iy. ഇനി എന്താ നോക്കണ്ടേ, g composition f നോക്കണം അല്ലേ. So g composition f ഏത് എലമെന്റ് ഇവിടെ കൊടുക്കാം, ആ സെക്കൻഡ് ഫംഗ്ഷൻ is f and f is defined as f of n എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. So you can put n here and this can be written as g of f of n. That is g of what is our f of n? N square. So g of n square. ഇനി g ക്ക് അകത്തോട്ട് നോക്കിക്കേ, g എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, g ഓഫ് y ആണെങ്കിൽ റൂട്ട് y എന്നാണ് അല്ലേ. ഇവിടെ നമ്മുടെ g യുടെ ബ്രാക്കറ്റിൽ ആരാ, n സ്ക്വയർ ആണ്. അപ്പൊ y ക്ക് പകരം നമുക്ക് n സ്ക്വയർ കൊടുക്കണം. സോ ദിസ് ബിക്കംസ് റൂട്ട് ഓഫ് n സ്ക്വയർ and root of n square is equal to n എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ g composition f of n എടുത്തപ്പം നമുക്ക് എന്ത് തന്നെയാ കിട്ടിയത്, n തന്നെയാണ് കിട്ടിയേക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ n-ന്റെ ഇമേജ് n തന്നെ വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, g composition f is again identity function on which set, second function f starts from n and you can write in. So f composition g is identity function, g composition f is an identity function, therefore we can say f is invertible. Therefore f is invertible and f inverse is equal to g. What is our g? Root y ആണല്ലേ. So this is equal to root y. Or f inverse of y is equal to root y, or in terms of x you can express f inverse n ആണ് കേട്ടോ. ഇവിടെ ഫംഗ്ഷൻ n-ലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് n-ന്റെ ടേമിൽ ആക്കണമെങ്കിൽ f inverse of n എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് n എന്ന് എഴുതാം. f inverse എന്ന് പറഞ്ഞാൽ g ആണ്, y-യുടെ ടേമിൽ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ f inverse y equal to root y. ഈ ക്വസ്റ്റ്യൻ n-ലാണ്, n-ൽ തന്നെ ആൻസറും കൂടെ ഇൻവേഴ്സ് കൂടെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ f inverse n is equal to root n എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഏകദേശം ആ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ മോഡൽ തന്നെയാണ്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം, എന്താണ് വരുന്നത് നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് f ഫ്രം എക്സാമ്പിൾ 25 ആണ് കേട്ടോ. ലെറ്റ് f ഫ്രം n to r be a function defined as f of x equal to 4x square plus 12x plus 15. Show that f from n to s is invertible where s is the range of f. Find the inverse of f എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ f n to r-ലോട്ടാണ് ഡിഫൈൻ ചെയ്തതെങ്കിലും നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത് f n-ന്ന് s-ലോട്ട് ഡിഫൈൻ ചെയ്യുമ്പോഴാണ് അല്ല. ഇതിന്റെ ഇൻവേഴ്സ് ആണ്, ഇത് ഇൻവേർട്ടിബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. എസ് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേക്കുന്നത്, റേഞ്ച് ഓഫ് എഫ്, അതായത് എഫ് ഓഫ് എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എല്ലാം, അതാണ് എസ്, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. ഇനി നമുക്ക് അപ്പൊ ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആണ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത കേട്ടോ. എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എന്താ, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആയിട്ടാണ്.
അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തായാലും നമ്മുടെ മെത്തേഡ് ആദ്യം പുട്ട് f(x) = y എന്ന് കൊടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെ ചെറിയ ചില പരിപാടികളൊക്കെ ചെയ്ത് അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എടുക്കുന്നത് f(x) = 4x² + 12x + 15 എന്ന് എഴുതുന്നു. ഇനി ആദ്യം നിങ്ങൾ ചെയ്യുന്നത് x² കോഎഫിഷ്യന്റ് പുറത്തെടുക്കുന്നു. 1 ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഔട്ട് സൈഡിലൊന്നും എടുക്കണ്ട. 1 അല്ലാത്ത ഏത് നമ്പർ x² കൂടെ വന്നാലും അത് നമ്മൾ ഔട്ട് സൈഡിൽ എടുക്കുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 4 * എങ്ങനെ വരുമാനിക്കും? x² + 4 * 3 വരണം അല്ലെ. 3x പ്ലസ് ഇത് 4ന്റെ മൾട്ടിപ്പിൾ ഒന്നുമല്ല, അപ്പൊ അതിനെ നമുക്ക് 15/4 എന്ന് കൊടുക്കാം. അപ്പൊ ആദ്യം x² കോഎഫിഷ്യന്റ് 1 അല്ലാത്തത് കൊണ്ട് അത് ഔട്ട് സൈഡിൽ എടുത്ത് എഴുതി. ഇനി നമ്മൾ നോക്കുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ കിടപ്പുണ്ട് അല്ലേ. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്, എപ്പോഴും 1 ആണ്. നമ്മൾ എപ്പോഴും വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ a 1 ആയിരിക്കും. ബിയുടെ പ്ലേസിൽ ആരാ? 3 ആണ്. സിയുടെ പ്ലേസിൽ ആരാ? 15/4 ആണ്. ഇവിടുന്ന് നമ്മൾ ഒരു b²/4a² കണ്ടുപിടിക്കുന്നു. സിയുടെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല കേട്ടോ. b² എടുക്കുമ്പോൾ ഇവിടെ എന്നാ വരും? 3യുടെ സ്ക്വയർ 9/4 * a² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലെ. അപ്പൊ 4 * 1 എടുത്താൽ 4 തന്നെയാണ് അല്ലെ. അങ്ങനെ ആദ്യം നമ്മൾ 4 വെളിയിലെടുത്തു. അകത്തെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ എയും ബിയും ഒക്കെ കണ്ട് b²/4a² എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റിനകത്തോട്ട് ഈ b²/4a² കിട്ടിയ വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ വാല്യൂന് വ്യത്യാസമൊന്നും വരത്തില്ല അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 * x² + 3x. എക്സിന്റെ ടേം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇത് ആഡ് ചെയ്യണം. So it is +9/4. Then you write the constant in the expression 15/4 and then subtract 9/4. x കഴിഞ്ഞാൽ ഉടനെ ഇത് ആഡ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് എഴുതി കഴിഞ്ഞാൽ ഉടനെ മൈനസ് ചെയ്യുന്നു. ഇനി ആദ്യത്തെ 3 ടേമും ലാസ്റ്റ് 2 ടേമും കൂടെ ഗ്രൂപ്പ് ചെയ്യുവാണ്. So this is 4 * അപ്പൊ ആദ്യത്തെ 3 ടേം നോക്കിയേ, ഇതിനെ ഏതിന്റെയോ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത് x, ഇതാരുടെ സ്ക്വയറാ? 3/2ന്റെ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. സോ x + 3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് x, ഇവിടെ ഇത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് നോക്കി? 3/2. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ്. അതേസമയം ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എന്നാ ഇട്ടേനെ? മൈനസ് ഇട്ടേനെ അല്ലെ. ഇനി ഇത് നോക്കിക്കേ, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 15 - 9 ചെയ്യുമ്പോൾ എന്നാ കിട്ടും? 6 കിട്ടും അല്ലെ. സോ +6/4 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് 4 * ഇവിടെ എൽസിയം എടുക്കുമ്പോൾ എന്നാ കിട്ടും? 2x + 3/2 the whole square plus 6/4, or that is 4 * 2x + 3 the whole square by ഇതിന് സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുകയാണ്. സോ 2x + 3 the whole square by 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 വന്നു, +6/4 എന്നായി. ഇനി 4 കൊണ്ട് തിരിച്ച് ഓപ്പൺ ചെയ്യാം. തിരിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 4 ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2x + 3 the whole square. ഇത് ക്യാൻസൽ ആകും, ഇതും ക്യാൻസൽ ആകും. സോ യു ഗെറ്റ് 6 എന്ന് കണ്ടോ. അപ്പം f(x) ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ ഇതേപോലത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലെ ആക്കി കൊണ്ടുവരണം. എന്നിട്ട് അത് വേണം f(x) ആയിട്ട് കൺസിഡർ ചെയ്യാൻ. പിന്നെ ഈ ക്വാഡ്രാറ്റിക് അങ്ങ് വിടും. പിന്നെ നമ്മൾ f(x) ആയിട്ട് ആരെയാ സങ്കല്പിക്കുന്നത്? 2x + 3 the whole square plus 6 എന്നാണ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പ് തൂത്തിട്ട് നമ്മുടെ f(x)ന് പകരം അതങ്ങ് എടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചോണം. അപ്പൊ നമ്മുടെ f(x) സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വന്നിരിക്കുന്നത് 2x + 3 the whole square
പ്ലസ് 6 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇപ്പൊ ഇതാണ്. ഇനി എഫ് ഓഫ് എക്സ് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ടേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മെത്തേഡൊക്കെ തുടങ്ങാം. എന്തായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്? പുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാ? 2x plus 3 the whole square plus 6 is equal to y. ഇവിടുന്ന് നമ്മുടെ ജോലി എന്തായിരുന്നു? x കണ്ടുപിടിക്കണം അല്ലേ? സോ 2x plus 3 the whole square is equal to y minus 6. So 2x plus 3 is equal to root of y minus 6. ഇവിടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പറിൽ നിന്നാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് തുടങ്ങുന്നിടത്ത് നിന്ന് നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവ് റൂട്ട്. അപ്പൊ നിങ്ങൾ അത്രയൊന്നും ഓർത്തില്ലെങ്കിലും എളുപ്പത്തിൽ നമുക്ക് എന്ത് ഓർത്ത് വെക്കാം? ആ ഇൻവേഴ്സ് കാണുന്ന ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴും പോസിറ്റീവ് റൂട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളെന്ന് ഒരു ട്രിക്ക് പോലെ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് 2x എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് y minus 6 minus 3. So x is equal to root of y minus 6 minus 3 by 2 എന്നാണ്. അങ്ങനെ നമ്മൾ x ഒക്കെ കണ്ടുപിടിച്ച് റെഡിയാക്കി. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണണം. ഒന്ന് എഫ് കോമ്പോസിഷൻ ജിയും ഒന്ന് ജി കോമ്പോസിഷൻ എഫും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എഫ് കോമ്പോസിഷൻ ജി നോക്കാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എന്നാ കൊടുക്കാം? ഇനി നമ്മളൊരു ജി ഡിഫൈൻ ചെയ്യണമായിരുന്നു അല്ലേ? അപ്പൊ അതും കൂടെ കാണിക്കാം. അപ്പൊ നമ്മൾ ജി ഡിഫൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജി നമ്മൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്? ഈ എക്സ് വെച്ചിട്ടായിരുന്നു അല്ലെ? എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ജി ഡിഫൈൻ ചെയ്യണ്ടേ? ഏത് ഫംഗ്ഷൻ ആണ് ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ പറഞ്ഞേക്കുന്നത്? എഫ് ഫ്രം എൻ ടു എസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ജി എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്യണം? എസ് ന്ന് എന്നിലോട്ട്. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? ലെറ്റ് ജി ഫ്രം എസ് ടു എൻ ബി ഡിഫൈൻഡ് ആസ്. എങ്ങനെയാ ഡിഫൈൻ ചെയ്യണ്ടേ? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇതായിരുന്നു അല്ലെ? ഈ വാല്യൂ ആയിരുന്നു നമ്മൾ എടുക്കുന്നത്. സോ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ മൈനസ് 6 മൈനസ് 3 ബൈ 2 എന്ന് എടുത്തു. ഇനി നമുക്ക് എന്ത് കാണണം? എഫ് കോമ്പോസിഷൻ ജി കാണണം. സോ എഫ് കോമ്പോസിഷൻ ജി, ജി ഓഫ് വൈ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ വൈ കൊടുത്തു. ആൻഡ് ദിസ് ഈസ് എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈക്ക് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ കൊടുക്കുന്നത്? റൂട്ട് വൈ മൈനസ് 6 മൈനസ് 3 ബൈ 2. ഇനി എവിടെ നോക്കണം? എഫിൽ നോക്കണം അല്ലെ? എഫ് എന്ന് പറയുന്ന അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച് പുതിയ എഫിലേക്കാണ് നോക്കുന്നത്. അവിടെ ബ്രാക്കറ്റിൽ എക്സ് കിടക്കേണ്ടടുത്ത് നമുക്കിത് ഇത്രയും വലിയൊരു എക്സ്പ്രഷനാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ എക്സ് വരേണ്ടടുത്ത് നമ്മൾ ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എന്നാ വരും? 2 ഇൻറ്റു ഈ എക്സിന് പകരം ഇത്രയും കൊടുക്കുകയാണ്. റൂട്ട് ഓഫ് വൈ മൈനസ് 6 മൈനസ് 3 ബൈ 2 പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 6 എന്നുണ്ട്. ഇനി എന്നാ സംഭവിക്കും? ഇവിടെ 2 2 അങ്ങ് വെട്ടിപ്പോയി അല്ലേ? അപ്പൊ റൂട്ട് ഓഫ് വൈ മൈനസ് 6 മൈനസ് 3 പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 3 പ്ലസ് 3 വെട്ടിപ്പോയി. റൂട്ട് ഓഫ് വൈ മൈനസ് 6ന്റെ സ്ക്വയർ വരും. അതെന്തായി പോകും? വൈ മൈനസ് 6 ആകും. സോ വൈ മൈനസ് 6 പ്ലസ് 6 ഈക്വൽ ടു വൈ എന്നാണ് അല്ലേ? അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ എടുത്തപ്പോൾ നമുക്ക് വൈ തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore f composition G is the identity function on which set G ആണ് രണ്ടാമത്തെ. G എവിടുന്ന നമ്മൾ ഡിഫൈൻ ചെയ്തേ? S എന്നാണ്. So f composition G is equal to IS എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുകൂടെ കാണണം? G composition F കൂടെ കാണാം അല്ലേ? അപ്പൊ ഇത് വായിച്ചിട്ട് നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. G composition F. So
So G composition f of എന്തായിരിക്കും ഇടണ്ടേ f of x എന്നാണ് കൊടുത്തിരിക്കുന്നത്. So x equal to G of f of x equal to G of what is our f of x 2x plus 3 the whole square plus 6. So 2x plus 3 the whole square plus 6. ഇനി നമ്മൾ ജിക്ക് അകത്തോട്ട് നോക്കണം അല്ലേ. ജി എന്ന് പറഞ്ഞാൽ ഇത് എവിടെയുണ്ട്? ജിയുടെ ബ്രാക്കറ്റിൽ y വരേണ്ടടത്ത് നമുക്കിത് ഇത്രയും എക്സ്പ്രഷൻ ആണ് അല്ലെ. അപ്പൊ ഇത്രയും y വരേണ്ടടത്ത് നമ്മൾ ഈ എക്സ്പ്രഷൻ മൊത്തം കൊടുക്കണം. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് വൈക്ക് പകരം 2x plus 3 the whole square plus 6 വൈക്ക് പകരം കൊടുത്തു. മൈനസ് 6 മൈനസ് 3 by 2. അപ്പൊ 6 ക്യാൻസൽ. റൂട്ട് എടുക്കുമ്പോൾ അത് എന്നായി പോകും? 2x plus 3 ആയി. മൈനസ് 3 by 2. 3 3 വെട്ടി 2x by 2 എന്തായി? x ആയി അല്ലേ. അപ്പൊ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എടുത്തപ്പോ നമുക്ക് എക്സ് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജി കോമ്പസിഷൻ എഫ് ഈസ് ഓൾസോ ആൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വിച്ച് സെറ്റ് n i n. അപ്പൊ എഫ് കോമ്പസിഷൻ ജി എടുത്തപ്പോഴും ജി കോമ്പസിഷൻ എഫ് എടുത്തപ്പോഴും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരുന്നു. സോ വി ക്യാൻ സേ എഫ് ഇസ് ഇൻവെർട്ടിബിൾ ആൻഡ് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ജി ആണ്. വാട്ട് ഈസ് അവർ ജി? ഇതായിരുന്നു നമ്മുടെ ജി അല്ലേ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 മൈനസ് 6 മൈനസ് 3 by 2. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് y ആണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. റൂട്ട് ഓഫ് 5 മൈനസ് 6 മൈനസ് 3 by 2. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിട്ട് എഴുതണമെങ്കിൽ എന്താക്കിക്കോണം? റൂട്ട് ഓഫ് എക്സ് മൈനസ് 6 മൈനസ് 3 by 2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ മെത്തേഡ് ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ മെത്തേഡ് ഓർത്തിരിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സിന് y എന്ന് കൊടുക്കുന്നു, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നു. ആ എക്സിനെയാണ് നമ്മൾ ജി ഓഫ് വൈ ആയിട്ട് എടുക്കുന്നത്. എഫ് എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണോ ഇൻവെർട്ടിബിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ജി എടുക്കേണ്ടത്. എന്നിട്ട് എന്തൊക്കെ കാണണം? എഫ് കോമ്പസിഷൻ ജി കാണണം, ജി കോമ്പസിഷൻ എഫ് കാണണം. രണ്ടും ഐഡന്റിറ്റി ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവെർട്ടിബിൾ ആണ് ആൻഡ് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ കൂടുതൽ ഇതേപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.